മഴക്കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റി പലപ്പോഴും ചോദ്യങ്ങളുണ്ടാവാറുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഈ മഴക്കാലത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത് വളരെയധികം പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു സംഗതിയാണ്. മഴക്കാലത്ത് കോൺക്രീറ്റ്, അതായത് മഴ കോൺക്രീറ്റിന് അങ്ങേയറ്റം ദോഷകരമായൊരു സംഗതി തന്നെയാണ്. നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മഴ തോർന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺക്രീറ്റ് പോർ ചെയ്യാം. പക്ഷേ അത് ഫിനിഷ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതിനെ കവർ ചെയ്യണം. ഇതിലെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം കോൺക്രീറ്റിലെ വാട്ടർ സിമെൻറ്റ് കണ്ടൻറ്റിനെ കൂട്ടും. വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ നല്ല വ്യത്യാസം വരും. കോൺക്രീറ്റിൽ ജലാംശം കൂടിക്കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. വെള്ളം കൂടുന്നതനുസരിച്ച് കോൺക്രീറ്റ് വർക്കബിൾ ആകും, പക്ഷേ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തിനെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഇതാണ് മഴക്കാലത്തെ ഒന്നാമത്തെ ഒരു പ്രശ്നം. കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റൊരു സംഗതി, ഈ കോൺക്രീറ്റിൻ്റെ ടോപ്പ് സർഫസ് നല്ല മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ നഷ്ടപ്പെടും. അതിൻ്റെ ഒരു ബൈൻഡിങ് കോട്ട് നഷ്ടപ്പെടുകയും അവിടെ ഡസ്റ്റ് ഫോം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്രിഗേഷൻ നല്ല രീതിയിലുണ്ടാകും. കാരണം നിങ്ങൾ കൂട്ടുന്ന മിക്സ് അത് തട്ടിലേക്ക് ഇടുമ്പോൾ, അതിനെ കോൺക്രീറ്റിനെ പോർ ചെയ്യുമ്പോൾ മെറ്റൽ അഗ്രിഗേറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് വീഴുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ മഴ കൊണ്ടുള്ള ആകെ ഒരു ഗുണം, കോൺക്രീറ്റ് ഹാർഡൻ ആയതിനു ശേഷം, കോൺക്രീറ്റ് സ്ട്രെങ്ത് കട്ടിയായതിനു ശേഷം ക്യൂറിങ് നമുക്കൊരു ഈസി ആയിട്ട് കിട്ടും. അപ്പം മഴക്കാലത്ത് കോൺക്രീറ്റോ മറ്റെന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാലും വളരെയധികം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്.